അടുത്ത് നമ്മൾ പഠിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് SD. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ എൻ. ഒന്നുകൂടെ നോക്കൂ, റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ എൻ. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്? വേരിയബിൾസ് 7, 8, 4, 6, 5. ഇനി നമ്മളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ടാബുലർ കോളത്തിൽ എക്സ് എഴുതുന്നു. എക്സ് വാല്യൂസ് താഴെ എഴുതാം. എന്തൊക്കെയാണ്? 7, 8, 4, 6, 5 അല്ലേ? ഇനി അടുത്തത് നമുക്ക് നമ്മളുടെ ഫോർമുലയിൽ നമുക്ക് വേണ്ടത് എന്താണ്? എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കണം. എക്സ് ബാർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ അല്ലേ? സിഗ്മ എക്സ് ബൈ എൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ബാർ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് സിഗ്മ എക്സ് ബൈ എൻ കാൽക്കുലേറ്റ് ചെയ്യുക? 7 + 8 + 4 + 6 + 5 എത്രയാ അത്? സിഗ്മ എക്സ് എത്രയാ? 7 + 8 എന്ന് പറയുമ്പോൾ 15 + 10 25 + 5 30. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 30 ആണ്. നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാ? 5. എൻ എന്ന് പറയുന്നത് 5. അപ്പോൾ സിഗ്മ എക്സ് എന്ന് പറയുന്നത് 30, സിഗ്മ എക്സ് 30, എൻ എന്ന് പറയുന്നത് 5 അല്ലേ? അപ്പോൾ സിഗ്മ എക്സ് ബൈ എൻ ചെയ്യുമ്പോൾ എത്ര കിട്ടും? എക്സ് ബാർ 6. 30/5 = 6 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എക്സ് മൈനസ് എക്സ് ബാർ ആണ്. ഓക്കെ, എക്സ് മൈനസ് എക്സ് ബാർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 7 - 6. എക്സ് ബാർ അല്ലേ 6? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എക്സ് ബാർ 6 ആണ്. ഇനി ഈ ടേബിളിലുള്ള ഓരോ എക്സിൽ നിന്നും ആ എക്സ് ബാർ അങ്ങോട്ട് കുറയ്ക്കണം. മനസ്സിലായോ? 6 - 6, 5 - 6 is equal to 1. 7 - 6 is equal to 1. 8 - 6 is equal to 2. 4 - 6 is equal to -2. 6 - 6 0. 5 - 6 1. ഇങ്ങനെ കിട്ടും ഇല്ലേ? ഇനി നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം എന്താ? നമ്മുടെ ഫോർമുലയിൽ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ എന്നല്ലേ? അപ്പോൾ അതുകൊണ്ട് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ് മൈനസ് എക്സ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം 1 സ്ക്വയർ, 2 സ്ക്വയർ, -2 സ്ക്വയർ അല്ലേ? 0 സ്ക്വയർ, 1 സ്ക്വയർ. എത്ര കിട്ടും? 1 4 4 0 1 ആണല്ലോ. ഇനി ഇതിൻ്റെ സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മളുടെ ഫോർമുലയിലെ ന്യൂമറേറ്റർ എന്താണ്? റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുക. 4 + 4 8 + 1 9 + 1 10 എന്ന് കിട്ടും. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ. ഓക്കെ, എന്ന് നമുക്കറിയാം എത്രയാണ്? 5. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷനകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. SD = റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ബൈ എൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, നമുക്ക് എത്ര കിട്ടിയായിരുന്നു? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ 10 എന്നല്ലേ? 10/n എത്രയായിരുന്നു? 5. ദാറ്റ് ഈസ് ഈക്വൽ ടു √2. ഈ √2 നമുക്ക് എന്തിനകത്ത് എടുക്കാം? നിങ്ങളുടെ കാൽക്കുലേറ്ററിനകത്ത് √2 കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ഫൈനൽ ആൻസറും കിട്ടണം കേട്ടോ. √2 ചെയ്തതിൻ്റെ ഫൈനൽ ആൻസർ ഇവിടെ പോയിന്റിലൊക്കെ കിട്ടും നമുക്ക്. ആ വാല്യൂ കൂടെ എഴുതുമ്പോഴാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, ഇപ്പോൾ x.33 എന്നൊക്കെ പറഞ്ഞ് കിടന്നോട്ടെ. അങ്ങനെ ഒരു വാല്യൂ കിട്ടുമ്പോഴാണ് എന്ത് കംപ്ലീറ്റ് ആവുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഒന്നുകൂടെ പറയാം, ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. എന്താ നമ്മൾ പഠിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല SD = റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ എൻ. അപ്പം നമുക്ക് കിട്ടുന്ന ഡാറ്റയിൽ എക്സ് മാത്രമായിരിക്കും ഉണ്ടാവുക. എൻ നമ്മൾ കൗണ്ട് ചെയ്തെടുക്കും അല്ലേ? 1 2 എങ്ങനെ കൗണ്ട് ചെയ്തെടുക്കുന്നത്? നമ്പർ ഓഫ് വേരിയബിൾസാണ് 1 2 3 4 5. അപ്പോൾ n 5ഉം എക്സിൻ്റെ പല വാല്യൂസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എക്സ് നമ്മൾ താഴെ എഴുതി.
അതിൻ്റെ സിഗ്മ എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, 30 എന്ന് കിട്ടി. ആ 30 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ബാർ കിട്ടി, മീൻ കിട്ടി. ഓക്കെ, എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു? ഇവരെല്ലാവരും അങ്ങ് ടോട്ടൽ ചെയ്തു. ഇപ്പോൾ സിഗ്മ എക്സ് കിട്ടി. എൻ എങ്ങനെ കിട്ടി? ഇവിടുത്തെ നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്, 1 2 3 4 5. ഇനി എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാൻ സിഗ്മ എക്സ് ബൈ എൻ ദാറ്റ് ഇസ് ഈക്വൽ ടു 30/5. എത്ര കിട്ടി? 6 കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എക്സ് മൈനസ് എക്സ് ബാർ ചെയ്യുക. എക്സ് എത്രയാ? ഇവിടുത്തെ ഓരോ വേരിയബിളും. എക്സ് ബാർ എത്രയാ? 6. മനസ്സിലായോ? അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ ഓരോന്നിൻ്റെയും ചെയ്യുക. 7 - 6, 8 - 6, 4 - 6. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വാല്യൂ കിട്ടി. പക്ഷെ നമുക്ക് നമ്മുടെ ഫോർമുലയിൽ എക്സ് മൈനസ് എക്സ് ബാർ അല്ല, എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഓരോന്നിൻ്റെയും സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, -2 ആണെങ്കിലും സ്ക്വയർ ചെയ്യുമ്പോൾ -2ൻ്റെ -2 പോസിറ്റീവ് ആവില്ലേ? അതുകൊണ്ട് ഇനി ചാർജ് നമ്മൾ നോക്കണ്ട. ഇവിടെ 4 ആവും, ഇവിടെ 0, 0യുടെ സ്ക്വയർ 0 തന്നെ, 1ൻ്റെത് 1 തന്നെ. ഓക്കെ, ഇനി ഫോർമുല എന്താണ്? എസ് ഡി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ എന്താണ്? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1 + 4 + 4 + 1 എന്ന് പറയുമ്പോൾ 10. ഇനി അത് ഇക്വേഷനകത്തേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. റൂട്ട് ഓഫ് 10/5, n5 അല്ലേ, 5. അപ്പോൾ റൂട്ട് ഓഫ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് നമ്മൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ.